പലരും ഇപ്പൊ പറഞ്ഞില്ലേ ജിമ്മിൽ കുഴഞ്ഞു വീഴുന്ന മരണങ്ങളിലൊക്കെ നോക്കുമ്പോൾ അവരുടെയൊക്കെ കൊളസ്ട്രോൾ ലെവലൊക്കെ വളരെ നല്ല അടിപൊളിയായിട്ട് തന്നെയായിരുന്നു ഇരുന്നത്. പക്ഷെ എന്തുകൊണ്ട് അത് അവർക്ക് വന്നു എന്ന് പറയുന്നതിൻ്റെ അത് ഒരു കാരണം ഈ ലെപ്റ്റിന്റെ ബ്ലഡിലുള്ള അളവ് നമ്മൾ ഇത് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഒരു കാര്യം. പിന്നെ പറയുന്ന ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോമോസിസ്റ്റീൻ. അത് അധികം ആരും ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കാത്തതാണ്. പക്ഷെ ഹോമോസിസ്റ്റീൻ നടന്നു കഴിഞ്ഞാൽ എന്തോരം ഇഞ്ചുറീസ് നമ്മളുടെ ആർട്ടറീസിലൊക്കെ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാവും എന്ന് പറയില്ല. അതായത് എൻഡോത്തീലിയൽ ഡാമേജ് എന്ന് പറയും. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ റോഡിൽ മുഴുവൻ നല്ല ടാറിട്ട റോഡും അതുപോലെ കുണ്ടും കുഴിയുള്ള റോഡിൽ എന്ത് സംഭവിക്കും? എന്തായിരിക്കും കെട്ടിക്കിടക്കാൻ സാധ്യത? മുഴുവൻ വെള്ളം കെട്ടിക്കിടക്കും. എന്ന് പറഞ്ഞ പോലെ തന്നെ ഡാമേജ് ആയിട്ടുള്ള എൻഡോത്തീലിയൽ സെൽസിൽ എന്ത് പറ്റും? ഡെപ്പോസിറ്റ് വരും. അപ്പൊ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് വരുമ്പോൾ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ മിനിമലായിട്ട് വരും. അപ്പൊ ഈ എൻഡോത്തീലിയൽ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു ഘടകം നിർണ്ണയിക്കാൻ പറ്റിയ ഒരു ടെസ്റ്റാണ് ഹോമോസിസ്റ്റീൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കൂടുതൽ കഴിക്കുക. അതേപോലെ തന്നെ ഈ ഹോമോസിസ്റ്റീനെ കുറയ്ക്കാനായിട്ടുള്ള വേറൊരു ഇതെന്ന് പറയുന്ന ഒന്ന് ഞാൻ എല്ലാവർക്കും അഡ്വൈസ് ചെയ്യുന്ന ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ്. അതായത് ഈ വിസറൽ ഫാറ്റ് ഉരുകാനുള്ള സാധ്യത നമ്മൾ ഫാസ്റ്റിങ്ങിലൂടെ കൊടുക്കുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉപവാസം ചെയ്യാം. അല്ലെങ്കിൽ അവർക്ക് സ്ഥിരമായിട്ട് നല്ല രീതിയിലുള്ള ലോങ് ടേം ഒരു വിൻഡോ വെക്കുക. അതായത് ഡിന്നർ ടു മോർണിംഗ് ഒരു ബ്രഞ്ചാക്കി കഴിക്കുക. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, കൂടുതൽ പ്രോട്ടീൻസും വെജിറ്റബിൾ സാലഡും ഒക്കെ വൈകുന്നേരത്തേക്കാക്കുക. ഉച്ചയ്ക്ക് മാത്രം ചോറ് കഴിക്കുക. രാവിലെ കാർബോഹൈഡ്രേറ്റ്സിന് പകരം പ്രോട്ടീൻ കഴിക്കുക. ഇങ്ങനെ ഒരു രീതിയിലുള്ള നല്ല ഒരു ഭക്ഷണ രീതി അതുപോലെ നല്ല രീതിയിലുള്ള എക്സസൈസ് നമുക്ക് ഈ ഹൃദയരോഗങ്ങളെ മാറ്റാനായിട്ട് സഹായിക്കും.